PSCക്ക് പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണോ നിങ്ങൾ? തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണണം. നമ്മൾ ഒരുപാട് പേര് PSC ഓരോ എക്സാമും കൃത്യമായിട്ട് പഠിച്ചെഴുതുന്നവരായിരിക്കും. പക്ഷെ ഈ എഴുതുന്ന എത്ര പേരാണ് ഇത് ക്ലിയർ ചെയ്യുന്നത്? അല്ലെങ്കിൽ എത്ര പേരാണ് നല്ലൊരു റാങ്ക് ലിസ്റ്റിൽ നല്ല ഒരു സ്ഥാനത്തേക്ക് എത്തുന്നത്? അപ്പോൾ ആ ഒരു കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല ആളുകളും നമ്മൾ എത്ര ശ്രമിച്ചിട്ടും, ഞാൻ തന്നെയാണെങ്കിൽ യൂട്യൂബിലൊക്കെ മിക്കവാറും കമൻസിലൊക്കെ ഞാൻ കാണാറുണ്ട്, എത്ര പഠിച്ചിട്ടും എത്ര ശ്രമിച്ചിട്ടും കിട്ടുന്നില്ല, ശ്രമിക്കുന്നുണ്ട് പക്ഷെ കിട്ടുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ റാങ്ക് വാങ്ങിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഒരു എക്സാമിന് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നവർ നിങ്ങളെക്കാൾ എഫേർട്ട് ഇട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളെക്കാൾ അവര് മുന്നിലായിരിക്കും അറിവിന്റെ കാര്യത്തിൽ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അല്ല. ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ റാങ്ക് ലിസ്റ്റിൽ മുന്നിലെത്തുന്ന ആളുകളും അല്ലെങ്കിൽ എക്സാംസ് നല്ലപോലെ ക്ലിയർ ചെയ്യുന്ന ആളുകളും ഒറ്റ ഒരു കാര്യത്തിലാണ് അവര് നമ്മളെ തോൽപ്പിച്ച് കളയുന്നത്: അവരുടെ പരിശ്രമത്തിന്റെ കാര്യത്തിൽ. അവരും ഇതുപോലെ തന്നെ ഇന്നലെ ഒരുപാട് പരീക്ഷകൾ എഴുതി, ഇന്നലകളിൽ ഒരുപാട് എക്സാംസ് എഴുതി, ഒരുപാട് തോൽവികൾ ഏറ്റുവാങ്ങിയവരായിരിക്കും. പക്ഷേ അവരവിടെ നിന്നൊക്കെ എഴുന്നേറ്റ്, ആരും അറിയാത്ത അവരുടെ കാര്യമായിരിക്കും അത്, അല്ലേ? ആരും അറിയാതെ അവര് അവിടെ നിന്ന് എഴുന്നേറ്റ് വീണ്ടും 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 എവിടെയാണോ പരാജയപ്പെട്ടത്, എവിടെയാണ് അവർക്ക് ഏത് ഭാഗം അല്ലെങ്കിൽ എന്തിലാണ് അവർ പരാജയപ്പെടുന്നത് എന്നുള്ളത് കണ്ടുപിടിച്ച് പൂർവാധികം ശക്തിയായിട്ട് പരിശ്രമിച്ചിട്ടാണ് അവര് ഇന്ന് ഈ പൊസിഷനിൽ ഈ ഒരു നല്ല ഒരു റാങ്ക് കരസ്ഥമാക്കുന്നത്. അപ്പം നമ്മൾ തോറ്റുപോകുന്നത് ശരിക്കും എവിടെയാണ്? നമ്മൾ തോറ്റുപോകുന്നത് നമ്മളോട് തന്നെയാണ്. നമ്മൾ തോറ്റുപോകുന്നത് പരാജയങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനെ ഭയന്ന് അതിൽ നമ്മൾ മാനസികമായിട്ട് തളർന്നു പോകുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ പരാജയം. അപ്പോൾ എനിക്ക് PSC പഠിക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥികളോടും ഞാൻ എന്നോട് തന്നെയും പറയാറുള്ളത്, എത്ര തവണ വേണമെങ്കിലും തോറ്റുപോകട്ടെ, പക്ഷേ നമ്മുടെ പരിശ്രമം നമ്മൾ കൈവിടരുത്. തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ നമുക്കൊരു ദിവസം വരും. നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഒരു ദിവസം നമ്മൾക്ക് വരും. അന്ന് ആ ദിവസം നമ്മുടെ മാത്രം ദിവസമായിരിക്കും. അവിടെ നമുക്ക് മാത്രമായിരിക്കും വിജയം. അപ്പോൾ നാളെ നിങ്ങളും ഇതേപോലെ പരാജയങ്ങളെ